കേന്ദ്ര ബജറ്റ് വന്നു, വലിയൊരു പ്രതീക്ഷ തന്നെ ഒരു സംസ്ഥാനത്തിന് മുഴുവനും ഉണ്ടായിരുന്നു. ഒരു പുനരധിവാസത്തിന് ഒരു കൈത്താങ്ങോ ഉണ്ടാകുമെന്ന്. കേരളത്തിനോട് മാത്രമല്ല, രാജ്യത്ത് ഒരു ജനതയോടും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരതയാണ് ഇന്നലെ ബഡ്ജറ്റിലൂടെ വീണ്ടും കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചത്. യഥാർത്ഥത്തിൽ നമ്മൾ നോക്കേണ്ടത് കഴിഞ്ഞ 2024 ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചറായി പ്രഖ്യാപിക്കപ്പെട്ട എത്ര ദുരന്തങ്ങളുണ്ട് ഇന്ത്യ രാജ്യത്ത്. എൻ്റെ ധാരണ ശരിയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനം ചൂരൽമല ദുരന്തമാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിലുണ്ടാവുക സിക്കിമിലെ മഞ്ഞുമല ഇടിഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു ദുരന്തം കൂടി ഒരു പക്ഷേ അതിൻ്റെ റേഞ്ചിലേക്ക് വന്നേക്കാം. എന്തായാലും കഴിഞ്ഞ 2024 ഇന്ത്യയിൽ തന്നെ ഉണ്ടായ L3 ആയി പ്രഖ്യാപിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ദുരന്തമാണ് ചൂരൽമല. ചൂരൽമലയിൽ അതിഭീകരമായിട്ടുള്ള ദുരന്തം ഉണ്ടായി എന്ന് മാത്രമല്ല, 24 ഇന്ത്യയുടെ പ്രധാനമന്ത്രി നേരിട്ട് പോയി ഫിസിക്കലായി പരിശോധന നടത്തിയ ഒരു സ്ഥലവും വയനാടായിരിക്കും, ചൂരൽമലയായിരിക്കും. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നേരിട്ട് വന്ന ഇൻ്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം അപകടകരമായ വിധത്തിലുള്ള സൂചന നൽകിയ വയനാടിനെ കുറിച്ച് പണം അനുവദിച്ചില്ലെന്ന് മാത്രമല്ല, ഒരു പ്രഖ്യാപനം പോലും നടത്താൻ, വയനാടിനെ ഒന്ന് പരാമർശിക്കാൻ പോലും കേന്ദ്ര ബഡ്ജറ്റ് തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിനോടുള്ള കേവലമായിട്ടുള്ള അപമാനവും കേരളത്തിനോടുള്ള അവജ്ഞയും മാത്രമല്ല, ഒരു ജനതയോട് നടത്തുന്ന ക്രൂരമായിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമാണ്. എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി പറഞ്ഞത് കേരളത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് ബോധ്യപ്പെടുത്തിയാൽ, കേരളം ദുർബലമാണെന്ന് പ്രഖ്യാപിച്ചാൽ വേണമെങ്കിൽ കേരളത്തെ സഹായിക്കുന്ന കാര്യം ആലോചിക്കാം. ഒരു ജനാധിപത്യ രാജ്യത്ത് പറയാൻ ജനപ്രതിനിധികൾ പാടുള്ള കാര്യമാണോ ഇത്? രാജ്യത്തിൻ്റെ ഭരണഘടന ഉറപ്പ് കൊടുക്കുന്ന ഫെഡറലിസത്തെക്കുറിച്ച് എന്ത് വിശ്വാസമാണ് ജനങ്ങൾക്ക് നിലനിർത്താനാവുക? അപ്പോൾ വളരെ ക്രൂരമായൊരു നടപടിയായിപ്പോയി. ഇതിനകത്ത് ഞങ്ങൾ പറഞ്ഞത് സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, നമുക്ക് 2005 കേന്ദ്ര നിയമം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ സെക്ഷൻ 13 പ്രകാരം കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യയുടെ പാർലമെൻറ്റ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അംഗീകാരം നൽകിയതാണ്. അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചൊരു പ്രദേശത്തെ ദുരന്തബാധിതരായ ആളുകളുടെ കടങ്ങൾ എഴുതി തള്ളാനുള്ള അവകാശം, അതുപയോഗിക്കാനെങ്കിലും തയ്യാറായാൽ, ഒരു രൂപ പോലും അതിനുവേണ്ടി വിലയിരുത്തണ്ടല്ലോ. ആ അവകാശം ഉപയോഗിക്കാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി തീരുമാനിച്ചെങ്കിൽ അതെങ്കിലും വയനാട്ടിലെ മനുഷ്യരോട്, ചൂരൽമലയിലെ മനുഷ്യരോട് പ്രഖ്യാപിക്കാൻ അവസരം ഉണ്ടാകുമായിരുന്നു. അതിനോട് തികഞ്ഞ അവജ്ഞയും കേരളത്തിനോടുള്ളൊരു രാഷ്ട്രീയ വിരോധം കൂടി അതിലുണ്ട് എന്ന് ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രിയുടെ പ്രസ്താവന കൂടി നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഞാൻ ഇന്നലെ വിവിധ ചാനലുകളിൽ അത് ഈ ബഡ്ജറ്റ് പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യത്തിൽ ആ ബഡ്ജറ്റിൽ വയനാട് എന്ന പദം പോലും പ്രയോഗിച്ചില്ല, ചൂരൽമല ദുരന്തത്തെക്കുറിച്ച് ഒരു പരാമർശവുമില്ല എന്നതു കാണിച്ച് ആ പ്രദേശത്തെ ആളുകളുടെ പ്രതികരണങ്ങൾ എടുക്കാൻ മലയാളത്തിലെ പല ചാനലുകളും പോയതായി ഞാൻ കണ്ടു. അവരുടെയെല്ലാം മുഖത്തുണ്ടാകുന്ന ഒരു വികാരം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മന്ത്രിമാരോ അവരുടെ രാഷ്ട്രീയ നേതൃത്വമോ കാണുന്നുണ്ടോ എന്നെനിക്കറിയില്ല. ദൈന്യത നിറഞ്ഞ മുഖത്തോടെ അവർ ഭീതിയോടെ ചോദിക്കുകയാണ്, കേന്ദ്ര ഗവൺമെൻറ് ഇതിൽ സഹായിച്ചില്ലെങ്കിൽ ഇനി ഞങ്ങൾക്ക് വേറെ ഏതെങ്കിലും വിധത്തിൽ ബാധിക്കുമോ? ഈ ബഡ്ജറ്റിൻ്റെ അവഹേളനത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഞാൻ കേരളത്തിലെ ജനങ്ങളോട്, പ്രത്യേകിച്ച് ചൂരൽമലയിലെ ജനങ്ങളോട് പറയട്ടെ, ദുരന്ത നിവാരണ പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങൾക്ക് ശേഷം പുനരധിവാസ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഏറ്റവും കൃത്യമായ വഴിയിലൂടെയാണ് പോകുന്നത്. ഒന്നാമത്തെ ലിസ്റ്റിൻ്റെ പൂർണ്ണമായ പ്യൂരിഫിക്കേഷൻ കഴിഞ്ഞു, അത് ഈ ആഴ്ച പ്രസിദ്ധീകരിക്കും. രണ്ടാമത്തെ കരട് ലിസ്റ്റും ഈ ആഴ്ച പ്രസിദ്ധീകരിക്കും. 2025 തന്നെ ബഹുമാനപ്പെട്ട ഗവർണർ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ അവതരിപ്പിച്ച, സംസ്ഥാന നിയമസഭയ്ക്ക് മുമ്പാകെ അവതരിപ്പിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ വരി ഒട്ടും തെറ്റാതെ തന്നെ ഈ ബഡ്ജറ്റിൻ്റെ പശ്ചാത്തലത്തിലും കേരളം പറയുന്നു, ഈ 2025 അവസാനത്തെ ദുരന്തബാധിതനെയും പൂർണ്ണമായി പുനരധിവസിപ്പിക്കാവുന്ന പ്രവർത്തനങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത വിധം കൃത്യതയോടുകൂടി കേരളത്തിലെ ഗവൺമെൻറ് ഇടപെടും. ഈ ബഡ്ജറ്റിൻ്റെ അവഹേളനം കേരളത്തെ ദുഃഖിപ്പിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു കുറവും കേരളം വരുത്തില്ല. പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ 2025 തന്നെ പൂർത്തിയാകും. അത് കേരളം കൊടുക്കുന്ന ഉറപ്പാണ്. ആ നടപടികളിൽ ഒരു കുറവുമില്ലാതെ മുന്നോട്ട് പോകും. പക്ഷേ കേരളത്തിനോട് കാണിച്ച ഈ അവഗണനയും കേരളത്തിലെ ചൂരൽമല എന്ന പ്രദേശത്തോട് കാണിച്ച ക്രൂരമായ സമീപനവും കേരളം മറക്കില്ല. ഫെഡറലിസത്തിനോട് നേരെയുള്ള ഈ വെല്ലുവിളിയെ കേരളം ആ ഗൗരവത്തോടു കൂടി തന്നെ നേരിടും. കേവലം നിയമപരമായും പിന്നെ ഭരണപരമായും ജനങ്ങളെ കൂട്ടിയുമെല്ലാം ആ പ്രശ്നം കേരളം നേരിടും. പ്രത്യേകിച്ച് ഈ ദുരന്തബാധിത വിഷയം ബഡ്ജറ്റിൽ ഉൾപ്പെടാതെ പോയത് കേരളത്തിനെ പല ഘട്ടത്തിലും അവഗണിക്കുന്നത് പോലെ കേവലം ഒരു തെറ്റായോ പരാമർശിക്കാതെയോ മറ്റെവിടെയെങ്കിലും
കൊടുക്കാമെന്ന് കരുതിയോ, ഇപ്പോൾ PDN ഉൾപ്പെടെയുള്ള നടപടികൾ കൊടുക്കാമെന്നെങ്കിലും കരുതിയോ ആണ് എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ കേന്ദ്ര സഹമന്ത്രിയുടെ പ്രഖ്യാപനം കൂടി ഉണ്ടായി. ഈ ദുർബലത വെളിപ്പെടുത്താതെ കേരളത്തെ സഹായിക്കുന്ന പ്രശ്നമില്ല. അതോടെ കാര്യങ്ങളെല്ലാം കൃത്യമായി ബോധ്യപ്പെട്ടു. എന്തു വന്നാലും 2025 പുനർനിർമ്മാണം പൂർത്തീകരിക്കും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ട് പറഞ്ഞത് തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി വന്നതായിരുന്നു. തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി വന്നിട്ട് തൃശ്ശൂരിന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഒന്നും കിട്ടിയിട്ടില്ല. സാധാരണ നിലയിൽ തൃശ്ശൂരിന് അർഹതപ്പെട്ടതുപോലും തടഞ്ഞു വെക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത് എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. കേരളം പൊതുവെ കേരളത്തിനോടുള്ള അവഗണന, തൃശ്ശൂർ ഈ പേരിലെങ്കിലും എന്തെങ്കിലും വിധത്തിലുള്ള ഗുണമുണ്ടായാൽ രാഷ്ട്രീയത്തിന് അതീതമായി തൃശ്ശൂരിന് അത് പല വിധത്തിലുള്ള ഗുണം ലഭ്യമാകും എന്ന് കരുതി ആ സംബന്ധിച്ച ഒരു പ്രഖ്യാപനവും ഉണ്ടായിട്ടില്ല. കേരളത്തിനോട് തുടർച്ചയായിട്ടുള്ള അവഗണന എന്ന സമീപനം തുടരുകയാണ് കേന്ദ്ര ഗവൺമെൻറ്. അല്ല, കേന്ദ്രത്തിനോടുള്ള സമ്മർദ്ദം ചെലുത്തേണ്ട ആളുകളിൽ ഒരാളാണല്ലോ പറഞ്ഞത് കേരളം ഇനിയും ദുർബലമാണെന്ന് തെളിയിക്കാതെ ഈ സഹായം ഉണ്ടാകില്ല. ഞാൻ പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ ഈ കുറ്റപ്പെടുത്തലുകളെല്ലാം നടത്തുമ്പോഴും ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിൻ്റെ തലേ ദിവസം കേന്ദ്രമന്ത്രി തന്നെ അവതരിപ്പിച്ച സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ കേരളത്തിൻ്റെ സുസ്ഥിരമായിട്ടുള്ള വികസനത്തെക്കുറിച്ച് പരാമർശിക്കാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന ഗതികേടുണ്ടായി. പക്ഷേ എന്നിട്ടും കേരളത്തിനോട് ഈ ക്രൂരത എന്തിനാണ്? ആത്മപരിശോധന നടത്തണം ബന്ധപ്പെട്ടവർ. പ്രതികരിക്കുന്നത് കേരളത്തെയാണ്. കേരളത്തെ പ്രതിനിധീകരിച്ചാണ് അവരെല്ലാം ഈ ചുമതലകൾ ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് കേരളത്തെ ഒറ്റപ്പെടുത്തുന്നത് കേരളത്തിലെ ജനത സഹിക്കില്ല എന്ന യാഥാർത്ഥ്യം ബോധ്യപ്പെടേണ്ടി വരും. അല്ല, അതെങ്ങനെയാണ് കേന്ദ്ര ഗവൺമെൻറ് എടുക്കാത്ത കാര്യം കേരള ഗവൺമെൻറ് എടുക്കുക? കേരളത്തിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കാനുള്ള കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ അവകാശത്തെ പോലും യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യല്ലേ? കേരളത്തിനൊരു ബഡ്ജറ്റ്, കേന്ദ്ര ബഡ്ജറ്റ് അങ്ങനെയില്ലല്ലോ. കേന്ദ്ര ബഡ്ജറ്റിൻ്റെ താഴെയാണല്ലോ സംസ്ഥാനങ്ങളുടെ ബഡ്ജറ്റ്. സംസ്ഥാനങ്ങളുടെ ബഡ്ജറ്റിൽ സംസ്ഥാനത്തിന് ഉറപ്പ് കൊടുക്കാൻ പറ്റുന്ന പലതും കേന്ദ്രത്തിൻ്റെ സഹായത്തോടു കൂടി ലഭ്യമാകേണ്ടതല്ലേ? അങ്ങനെ കേരളത്തെ ഒരു നിലയ്ക്ക് സഹായിക്കില്ല എന്ന് വളരെ ബോധപൂർവം പ്രഖ്യാപിക്കപ്പെട്ട ഒരു ഘട്ടത്തിലും പ്രതീക്ഷാനിർഭരമായ ഒന്നായിരിക്കും കേരളത്തിൻ്റെ ബഡ്ജറ്റ്.